മഹാനായ ഉബൈബ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി തങ്ങളുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. ഞാൻ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് എൻ്റെ ദുആയുടെ എത്ര ഭാഗമാണ് ഞാൻ തങ്ങളുടെ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്? മുത്തുനബി തങ്ങൾ പറഞ്ഞു, മാ ശിഅത, നീ എത്രയാണോ ഇഷ്ടപ്പെടുന്നത് അത്രയും ചൊല്ലുക. ആനായ സ്വഹാബി വീണ്ടും ചോദിച്ചു, ആ റുബഉ, എൻ്റെ ദുആയുടെ 1/4 തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെയോ? മുത്തുനബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, മാ ശിഅത, നീ എത്രയാണോ ഇഷ്ടപ്പെടുന്നത് അത്രയും ചൊല്ലുക. ഇനി വഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നീ അതിനേക്കാൾ അധികരിപ്പിച്ചാൽ അത് നിനക്ക് കൂടുതൽ നന്മയുണ്ടാക്കി തീർക്കും. സ്വഹാബി പിന്നെയും ചോദിച്ചു, അൻ നിസ്ഫു, എങ്കിൽ ഞാൻ എൻ്റെ ദുആയുടെ പകുതി ഭാഗവും തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെയോ? നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, മാ ശിഅത വഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, എൻ്റെ ഇഷ്ടം പോലെ ചൊല്ലുക, നീ അതിനേക്കാൾ അധികരിപ്പിച്ചാൽ കൂടുതൽ നന്മയുണ്ടാകും. സ്വഹാബി പിന്നെയും ചോദിച്ചു, അസ്തുലസൈനി, 3/4 ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ, എൻ്റെ ദുആയുടെ 3/4 ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, മാ ശിഅത വഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, നിന്റെ ഇഷ്ടം പോലെ ചൊല്ലുക, കൂടുതൽ ചൊല്ലിയാൽ കൂടുതൽ നന്മയുണ്ടാകും. ഇത് കേട്ട സ്വഹാബി പിന്നീട് പറഞ്ഞത്, അജഅലു ലക സ്വലാത്തി കുല്ലഹ, എൻ്റെ ദുആയുടെ മുഴുവൻ ഭാഗവും തങ്ങളുടെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദൻ തുഖഫ ഹമ്മക വയഗ്ഫിറു ലക ദംബുക, നിന്റെ എല്ലാ ദുഃഖങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാണ്, നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. നമ്മളെല്ലാവരും പല വിധത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ്. അതിനെല്ലാത്തിനും ഒരു പരിഹാരം ഹബീബിന റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്.